ചീഫ് വിപ്പ് PC ജോർജിനെതിരായ നടപടിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് KM മാണി. 8 MLA-മാരും ഒന്നിച്ചാണ് തീരുമാനമെടുത്തതെന്നും KM മാണി. ഈ PC ജോർജ് ഞങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാളാണ്. പക്ഷേ ശിക്ഷണത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കുമ്പോൾ വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനമില്ലല്ലോ. ജോർജ് കുറേ നാളുകളായി കേരള കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നേതാക്കളെ അപഹസിക്കുകയും അവർക്കെതിരെ അപവാദ പ്രസ്താവനകൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. മന്ത്രിമാർക്കെതിരെ എല്ലാം ഇന്നോരൊന്നില്ല. അപ്പോൾ തന്നോട് ആരും ചോദിക്കാനില്ല, താൻ എനിക്ക് അതീതനാണ് എന്നൊരു ഭാവമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ. എല്ലാവരും പാർട്ടിക്ക് അതീതരല്ല ആരും. വ്യക്തി എത്ര ഉന്നതനായാലും പാർട്ടിയാണല്ലോ വലുത്. അതുകൊണ്ട് ഈ ലക്കും ലഗാനുമില്ലാത്ത അഹങ്കാരത്തോടു കൂടിയ PC ജോർജിൻ്റെ ഈ പോക്കിന് ഒരു ചെറിയ വിരാമം ഇടണം എന്നുള്ള ഉദ്ദേശത്തോടെ ഒരു ചെറിയ ശിക്ഷ, വലിയ ശിക്ഷയൊന്നുമല്ല, ഒരു ആത്മപരിശോധനയ്ക്ക് വേണ്ടി ഒരു ചെറിയ ശിക്ഷ നൽകി. എന്നാണ് അദ്ദേഹത്തിന് പാർട്ടി കൊടുത്ത 2 സ്ഥാനങ്ങൾ. 2 കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹത്തെ പിൻവലിക്കുന്നു എന്ന് മാത്രമേ. അത് ഞങ്ങൾക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിയാണ് അദ്ദേഹത്തെ നിയോഗിച്ചത്. ഒന്ന് UDF-ലേക്ക് നിയോഗിച്ചത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. 2 ചീഫ് വിപ്പ് സ്ഥാനം നൽകിയതും കേരള കോൺഗ്രസ് നോമിനി എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഈ 2 സ്ഥാനങ്ങളിൽ നിന്നും പിൻവലിക്കാൻ, ഒന്ന് UDF-ൻ്റെ വിപ്പ് സ്ഥാനത്ത് നിന്ന് പിൻവലിക്കാൻ UDF-നോട് അഭ്യർത്ഥിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ പറയുമ്പോൾ അത് UDF ചെയ്യും. 2, കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിൻ്റെ UDF-ലേക്കുള്ള നോമിനി എന്നുള്ള നിലയിൽ പിൻവലിക്കുവാനും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ജോർജ് കുറേ നാളുകളായിട്ടിങ്ങനെ ഇതിനൊരു സീമ, എല്ലാ സീമകളും ലംഘിക്കുന്നു. എന്തെങ്കിലും ഒന്ന് വേണ്ടേ? ജനങ്ങളാണെങ്കിലും എന്നോട് ഇപ്പോൾ എല്ലാവരും എന്നെ പ്രതിക്കൂട്ടി നിർത്തി. എന്താ മാണി സാർ ഇങ്ങനെ എന്താ ഇയാളെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണോ? ഒന്നുമില്ലേ, ആരും ചോദിക്കാനില്ലേ? ഈ രീതിയിലുള്ള ആളുകളുടെ സംസാരം ഞാനാണ് എന്താ ഇങ്ങനെ മൗനം പാലിക്കുന്നതെന്നൊരു നിലയിലേക്ക് ജനങ്ങൾ തന്നെ ചോദിച്ച് ഒരു നിവൃത്തിയുമില്ലാതെ അദ്ദേഹം സീമയെല്ലാം ലംഘിച്ച് കിടന്നപ്പോൾ എല്ലാ മര്യാദയുടെയും ലക്ഷ്മണ രേഖ കടന്ന് ഇപ്പോൾ ആക്രമണമായപ്പോൾ എന്താണ് ഒരു ചെറിയ ശിക്ഷ കൊടുക്കാം. ഇതാണ് ചെയ്തിരിക്കുന്നത്. അത് ജോർജ് അത് സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായി. കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി എടുത്തൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു ആവശ്യം UDF നേതൃത്വം ആ ആവശ്യത്തോട് നീതി പുലർത്തിയോ? നീതി പുലർത്തുന്നതിന് UDF ഉടനെ തീരുമാനം എടുക്കുമല്ലോ. കേരള കോൺഗ്രസ് മീഡിയയിലുണ്ട് കണ്ട് കേരള കോൺഗ്രസ് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ജോർജ് ഒഴികെയുള്ള 8 MLA-മാർ ജോർജിനെ വിളിക്കാതിരുന്നത് ജോർജിനെതിരെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അതിന് വലിയ തെളിവെടുപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ ജോർജ് ചെയ്ത കാര്യങ്ങളും നടത്തിയ പ്രസ്താവനകളൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ്. അതിന് വലിയ തെളിവെടുപ്പിൻ്റെ ആവശ്യമില്ല. എല്ലാവരും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ജോർജിനെതിരെയുള്ള നടപടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 8 MLA-മാർ ഒരുമിച്ചിരുന്നു കൊണ്ട് എല്ലാവരും കൂടെ ഒരേ സ്വരത്തിൽ എടുത്തൊരു തീരുമാനമാണ് ഒരു ചെറിയ ശിക്ഷ. ആ ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് ജോർജ് UDF-ലേക്കുള്ള പ്രതിനിധി എന്നുള്ള നിലയിൽ UDF പിൻവലിക്കുന്നു, ചീഫ് വിപ്പ് സ്ഥാനം മരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ചീഫ് വിപ്പ് സ്ഥാനവും പിൻവലിക്കുന്നു. ഇത് രണ്ടുമാണ് നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം. അത് അത്യാവശ്യമാണ്, അതുകൊണ്ട് ചെയ്തതാണ്. ജോർജ് പറയുന്നത് പഴയ സെക്യുലർ വിഭാഗത്തെ ഒരുമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. നമുക്കിതൊക്കെ അറിയാവുന്നില്ല. അതൊക്കെ നമുക്കറിയാം. ഇത് മതി. CM ഇന്നോ നാളെയോ വിദേശത്തേക്ക് പോവുകയാണ്. വിദേശത്തുനിന്ന് വന്നാൽ ഉടനെ കേരള കോൺഗ്രസിൻ്റെ ഈ ആവശ്യം പരിഗണിക്കും. അതിനെപ്പറ്റി നടപടികൾ ഉണ്ടാവും. വളരെ ഇതാ ഞാൻ പറഞ്ഞത്. KM മാണിയുടെ വാക്കുകളാണ് കേട്ടത്. MR സജീഷ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നു. സജീഷ്, PC ജോർജിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി അടക്കം അർത്ഥവിരാമം ഇടുമ്പോൾ അതിന് പൂർണ്ണ വിരാമം തന്നെ അക്കാര്യത്തിൽ പാർട്ടി ചെയർമാൻ കൂടിയ KM മാണി ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ MLA-മാരടക്കം ഉള്ള ആളുകളുടെ നിലപാട് സംബന്ധിച്ച് അവർ സ്വീകരിച്ച നിലപാടടക്കം പാർട്ടി ചെയർമാൻ വ്യക്തമാക്കുന്നു. ഒരുപക്ഷെ കാര്യങ്ങളെ അദ്ദേഹം ഏത് അർത്ഥത്തിലാണ് ഇപ്പോൾ KM മാണി സമീപിച്ചിരിക്കുന്നത്? ജോർജിനോട് കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കാമെന്ന പൊതുവികാരം ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ KM മാണി മാധ്യമങ്ങളോട് ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത്?
പ്രജീഷ, രണ്ട് കാര്യങ്ങളാണ് കെ എം മാണി വളരെ കൃത്യമായി തന്നെ പ്രസ്താവനയിൽ കൂടി തന്നെ വ്യക്തമാക്കുന്നത്. ഒന്ന്, ജോർജിനെതിരെ നടപടി ആവശ്യപ്പെട്ടത് പാർട്ടി ഏകകണ്ഠമായിട്ടായിരുന്നു. രണ്ട്, ജോർജിന് ചീഫ് വിപ്പ് സ്ഥാനം നൽകിയത് പാർട്ടിയാണ്. പാർട്ടിക്ക് നൽകിയ 3 പദവികളിൽ ഒന്നായിരുന്നു ചീഫ് വിപ്പ് സ്ഥാനം. അത് തിരിച്ചെടുക്കാൻ പാർട്ടിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് അടിവരയിടുന്നത്. ഇന്ന് UDF നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് ശേഷം PC ജോർജ് പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞത് ഏകപക്ഷീയമല്ല പാർട്ടി തീരുമാനം. 3 MLA-മാർ തന്നെ പിന്തുണച്ചിരുന്നു. PJ ജോസഫ് ഈ യോഗത്തിൽ പങ്കെടുത്തില്ല. ഇക്കാര്യത്തിന് കെ എം മാണി ഈ പ്രസ്താവനയിൽ അടിവരയിട്ട് മറുപടി നൽകുന്നുണ്ട്. അത് ജോർജ് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. PJ ജോസഫ് ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. 8 MLA-മാരും ഒരുമിച്ച് ചേർന്നെടുത്ത തീരുമാനമാണ്. ആ തീരുമാനമാണ് മുഖ്യമന്ത്രിയെ ഞാനും ജോസഫും ചേർന്ന് അറിയിച്ചത്. ഈ തീരുമാനം നടപ്പാക്കുക തന്നെ ചെയ്യും എന്നുകൂടി മാണി സൂചിപ്പിക്കുന്നുണ്ട്. UDF-ന് കേരള കോൺഗ്രസ് M എന്ന നിലയിൽ അറിയിച്ച തീരുമാനമാണ്. അത് മുഖ്യമന്ത്രി നാളെ വിദേശത്തേക്ക് പോകുന്നു. വിദേശത്തേക്ക് പോയി വന്നതിന് ശേഷം തീരുമാനം നടപ്പിലാവുക തന്നെ ചെയ്യുമെന്നുകൂടി മാണി ആവർത്തിക്കുന്നു. കഴിഞ്ഞ 4 വർഷമായി ജോർജ് പാർട്ടിയെയും മുന്നണിയെയും ശിഥിലമാക്കാൻ ശ്രമിക്കുന്നു. പലപ്പോഴും നിയന്ത്രിക്കാൻ ശ്രമിച്ചു, കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് നടപടിയെടുക്കുന്നത്. ആ നടപടി ഏകകണ്ഠമായിരുന്നു. പാർട്ടിക്ക് UDF നൽകിയ 3 പദവികളിൽ ഒന്നാണ് ചീഫ് വിപ്പ് സ്ഥാനം. ജോർജിൻ്റെ ഏറ്റവും വലിയ വാദം ചീഫ് വിപ്പ് സ്ഥാനം പാർട്ടിക്ക് UDF നൽകിയ പദവിയല്ല, മറിച്ച് UDF നേരിട്ട് തനിക്ക് നൽകിയ പദവികളിൽ ഒന്നാണ്. അത് തിരിച്ചെടുക്കാൻ പറയാൻ കെ എം മാണിക്ക് നിയമപരമായി കഴിയില്ല. എന്നാൽ താൻ ധാർമ്മികതയുള്ള ഒരാളായതുകൊണ്ട് കെ എം മാണി രാജിവെക്കാൻ പറഞ്ഞാൽ അത് രാജിവെക്കുമെന്നാണ്. എന്നാൽ കെ എം മാണി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് പാർട്ടിക്ക് 3 പദവികളാണ് UDF നൽകിയിട്ടുള്ളത്. 2 മന്ത്രിസ്ഥാനവും 1 ചീഫ് വിപ്പ് സ്ഥാനവും. ഈ ചീഫ് വിപ്പ് സ്ഥാനം അതുകൊണ്ട് തന്നെ തിരിച്ചെടുക്കാൻ പാർട്ടിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ 2 കാര്യങ്ങൾ അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് നേരത്തെ ജോർജ് നൽകിയ കാര്യങ്ങൾക്ക് മറുപടി എന്ന നിലയിലുമാണ് മാണിയുടെ പ്രസ്താവന. ഒരുപക്ഷെ സജേഷ്, തന്റെ പാർട്ടി നൽകിയിരിക്കുന്നത് ചെറിയ ശിക്ഷയാണ് PC ജോർജിന്. ഇനി ഇത് സംബന്ധിച്ച് കടുത്ത ശിക്ഷ നൽകേണ്ടത് എന്തായാലും UDF ആണ്. ആ ഒരു കടുത്ത ശിക്ഷ എന്തായാലും കെ എം മാണി പ്രതീക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ വലിയ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു മുഖ്യമന്ത്രി മടങ്ങിയെത്തിയാൽ ശേഷം നടപടി ഉണ്ടാകും. അവിടെ അങ്ങനെ എന്തായാലും കെ എം മാണിക്ക് ഒരു ഉറപ്പ് നൽകുന്നു. അതേസമയം എന്തായാലും പാർട്ടി ചെയർമാൻ്റെ ഒരു നിലപാടിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമോ? അവിടെ മുഖ്യമന്ത്രിക്ക് ആ അർത്ഥത്തിൽ ഒരു സമവായം ഉണ്ടാക്കാൻ കഴിയുമോ? മറ്റൊന്ന്, മറുവശത്ത് അങ്ങനെ ഈ മാണിയെ പിണക്കാതെ ഒരു സമവായത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അപ്പുറത്ത് PC ജോർജ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആഗ്രഹം സെക്യുലർ. അക്കാര്യത്തിലും ഒരുപക്ഷെ കെ എം മാണിയുടെ സംരക്ഷണം വേണ്ടിവരും. കാരണം കൂറുമാറ്റമടക്കം അത്തരത്തിലേക്ക് പോകും എന്ന ഒരുപക്ഷെ പരസ്യമായി ഒരു നിലപാടിലേക്ക് പോയി പുറത്താക്കുന്ന തരത്തിലേക്കൊക്കെ എത്തുമോ? MLA സ്ഥാനമടക്കം ആ തരത്തിലേക്ക് എത്തുമോ എന്നുള്ള കാര്യമൊക്കെ കാണേണ്ടതാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും ഈ മാണി വലിയൊരു ആത്മവിശ്വാസം പുലർത്തുകയും ചെയ്യുന്നു, മറുവശത്ത് മുഖ്യമന്ത്രി ഒരു സംരക്ഷണ വലയം പുറത്താക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ അകത്ത് നിൽക്കുന്നതിനേക്കാൾ വലിയ ഒരു പ്രതികരണങ്ങളായിരിക്കും പുറത്തുള്ള PC ജോർജ് നടത്തുക എന്ന വിശ്വാസം എന്തായാലും ഉമ്മൻചാണ്ടിക്ക് അടക്കമുണ്ട്. അങ്ങനെയെങ്കിൽ സമവായ നീക്കങ്ങളടക്കം 2 ദിശയും പരിശോധിച്ചാൽ എങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പ്രജീഷ, കെ എം മാണിയെ അനുനയിപ്പിക്കുന്നുള്ളൊരു ശ്രമമായിരിക്കും UDF നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുക. മാണി PC ജോർജിനെതിരായ നടപടി, മാണിയുടെ നിലപാട് നിർണായകമാണ്. കെ എം മാണിക്കൊപ്പമുള്ള MLA-മാർ ഒരുമിച്ച് ചേർന്ന് മാണി PC ജോർജിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാൽ UDF-ന് മുന്നിൽ മറ്റു വഴികൾ ഇല്ലാതെ വരും. നിലവിൽ ഇന്നത്തെ ചർച്ചയിൽ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ 50% PC ജോർജിന് നമ്മൾ നൽകിയ സ്ഥാനമല്ലേ ചീഫ് വിപ്പ് സ്ഥാനം തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുവെങ്കിലും പാർട്ടിയുടെ തീരുമാനം എന്ന നിലയിൽ കെ എം മാണി ഇക്കാര്യത്തെ അവതരിപ്പിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി തന്നെ അത്തരമൊരു നടപടിയിലേക്ക് UDF-ന് പോകേണ്ടി വരും. അത് ഒഴിവാക്കുന്നതിനുള്ള അനുനയ ശ്രമങ്ങളായിരിക്കും UDF നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുക. നിലവിൽ PC ജോർജിന് അനുകൂലമായ ഒരു സമീപനമായിരുന്നു ഇന്ന് രാവിലെ UDF നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അത് കെ എം മാണിയെ കുഞ്ഞാലിക്കുട്ടി വഴി അറിയിക്കുകയും ചെയ്തു. PC ജോർജ് തൽക്കാലം ചീഫ് വിപ്പ് പദവിയിൽ നിന്ന് മാറ്റുന്നത് മുന്നണിക്ക് ഗുണം ചെയ്യില്ലെന്ന നിലപാടാണ് UDF-നുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള അനുനയ ശ്രമങ്ങൾക്കായിരിക്കും ഇനി മുൻതൂക്കം. MR സജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കെ എം മാണിയുടെ കടുത്ത നിലപാട് സംബന്ധിച്ച പ്രതികരണങ്ങളും അതിലേക്കുള്ള കൂടുതൽ വിശദാംശങ്ങളും നൽകിയത്. വരുന്നവർക്കും പോകുന്നവർക്കും കയറിയിരിക്കാനുള്ള മുന്നണിയല്ല LDF എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. PC ജോർജ് വിഷയത്തിൽ UDF ഊരാക്കുടിക്കിലാണെന്നും കോടിയേരി പറഞ്ഞു. ജോർജിനെ തൊടാൻ ഉമ്മൻചാണ്ടിക്ക് ധൈര്യമില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ജോർജിനെ പുറത്താക്കിയാൽ ഉമ്മൻചാണ്ടിയെയും കൊണ്ടാകും ജോർജ് പുറത്തു പോവുകയെന്നും കോടിയേരി പ്രതികരിച്ചു.
പി സി ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് പുറത്താക്കിയാൽ പി സി ജോർജ് ഉമ്മൻചാണ്ടിനെയും കൊണ്ട് മാത്രമേ പുറത്ത് പോവുള്ളൂ. ആ ഭയം കൊണ്ടാണ് പി സി ജോർജിനെ തൊടാൻ ഉമ്മൻചാണ്ടിക്ക് ധൈര്യമില്ലാത്തത്. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഉമ്മൻചാണ്ടിനെ സഹായിച്ചത് പി സി ജോർജാണ്. പാം ഓയിൽ കേസ് വന്ന സന്ദർഭത്തിൽ പി സി ജോർജാണ് ഉമ്മൻചാണ്ടിയുടെ രക്ഷക്കെത്തിയത്. ഇങ്ങനെ എപ്പോഴെല്ലാം ഉമ്മൻചാണ്ടി പ്രതിസന്ധിയിൽപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഉമ്മൻചാണ്ടിയുടെ സംരക്ഷകനായിട്ടാണ് പി സി ജോർജ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ പി സി ജോർജിനെ തൊടാൻ ഉമ്മൻചാണ്ടി തയ്യാറാവില്ല. അഥവാ തൊട്ടാൽ ഉമ്മൻചാണ്ടിനെ കൈപിടിച്ചിട്ട് അദ്ദേഹം ഇങ്ങോട്ട് പുറത്തു വരും. ഉമ്മൻചാണ്ടിയുടെ കെണിയിൽ പി സി ജോർജ് വീഴുമെന്ന് കരുതുന്നില്ലെന്ന് ബാലകൃഷ്ണപിള്ള പ്രതികരിച്ചു. UDF വിടാൻ ജോർജിന് ഇത് മികച്ച അവസരമാണെന്നും അദ്ദേഹം പീപ്പിൾ TVയോട് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ വീതിൽ പി സി ജോർജ് വീഴും എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷേ പി സി ജോർജ് ഇപ്പൊ ഇനിയും വിമർശനങ്ങൾ മാറ്റിവെച്ച് സത്യത്തിനെതിരായി മുഖം മറച്ചു നിന്നാൽ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അത് ഭാവിയിൽ രാഷ്ട്രീയത്തിൽ വളരെ ദോഷം ചെയ്യും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ജോർജിനെ പുറത്താക്കാൻ മാണിക്ക് അവകാശമില്ലെന്ന് TS ജോൺ പ്രതികരിച്ചു. ജോർജിനെ പിന്തുണയ്ക്കുന്നവർ ഇപ്പോഴും പാർട്ടിയിലുണ്ടെന്നും ജോൺ അഭിപ്രായപ്പെട്ടു. നിലവിൽ ഇപ്പോൾ PC ജോർജ് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ കാര്യത്തിൽ ഈ സാഹചര്യത്തിൽ അതായത് കോഴയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ PC ജോർജ് എടുത്ത നടപടി കേരള കോൺഗ്രസ് അണികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന നിലപാടാണ്. ആ ഒരാൾ വിചാരിച്ചാലൊക്കത്തില്ല, പാർട്ടി വിചാരിക്കണം. മാണിസാർ ഈസ് വൺ അമംഗ് ദം. അദ്ദേഹം ചെയർമാനായിരിക്കാം. ജനാധിപത്യ പാർട്ടിയുടെ ഡിക്റ്റേറ്റർഷിപ്പ് പാടില്ല. ബാർ കോഴക്കേസിൽ KM മാണിക്കെതിരെ ലോകായുക്തയിൽ മൊഴി. ബാറുടമ സാജു ഡൊമിനിക്കാണ് മൊഴി നൽകിയത്. 15 ലക്ഷം രൂപയുമായി ജോൺ കല്ലാട്ട് മാണിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് കണ്ടു എന്നാണ് മൊഴി. എന്നാൽ മാണിക്ക് പണം നൽകുന്നത് താൻ നേരിട്ട് കണ്ടിട്ടില്ലെന്നും മൊഴിയിൽ പറയുന്നു. മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക്. ഞാൻ വസ്തുതാപരമായിട്ട് പറയാം, നിങ്ങൾ ചോദിക്കണം, ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ കേരള സെക്കുലർ പാർട്ടി കേരള എമ്മിൽ ലയിച്ചത് ചില എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലാണ്. അതിലൊന്ന് പാർട്ടി വൈസ് ചെയർമാൻ സ്ഥാനം. ഒരു വൈസ് ചെയർമാൻ സ്ഥാനമേ പാടുള്ളൂ എന്ന തീരുമാനമുണ്ട്. മറ്റൊന്ന് UDFിൽ PC ജോർജ് പങ്കെടുക്കും, അത് തീരുമാനമാണ്. അത് മാണിക്ക് സൗകര്യം പോലെ മാറ്റാവുന്ന നല്ലത്. UDF തീരുമാനിക്കണം. മാണി അത് മറന്നിട്ട് മാണി വർത്തമാനം വിട്ട് കാര്യമുണ്ടോ? ബഹുമാനപ്പെട്ട KM മാണി ചെയ്യേണ്ടത് അല്പം കൂടി ബോധപൂർവം പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം എന്നെ ശിക്ഷിക്കുമെന്ന് ആഫ്റ്റർ ഹൂ ഈസ് ഹി? എൻ്റെ അധ്യാപകനാണോ അതെൻ്റെ അപ്പനാണോ എന്നെ ശിക്ഷിക്കാൻ? എനിക്ക് ചിരി വരിക. അങ്ങനെ എന്ത് പറ്റി? 83 വയസ്സായപ്പോഴത്തെ സനയിലായോ ഇങ്ങനെ വർത്തമാനമൊക്കെ പറയാൻ? എന്നെ ശിക്ഷിക്കുമെന്ന് അദ്ദേഹത്തിന് എന്താ എന്നെ ശിക്ഷിക്കാൻ ആവശ്യം? വളരെ ബഹുമാനത്തിൽ ചോദിക്കുക ആഫ്റ്റർ ഹൂ ഈസ് ഹി? എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ഉപകാരം ഇന്ന് വരെ അങ്ങേരിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം, അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവും. ഞങ്ങളുടെ 9 MLA-മാരാണ്. 8 MLA-മാരുടെ നിയോജക മണ്ഡലത്തിൻ്റെ പേര് വെച്ച് ബഡ്ജറ്റിൽ പണം കൊടുത്തിരിക്കുക. മനസ്സിലായോ? പൂഞ്ഞാർ ഒഴിച്ച് ബാക്കി 8 നിയോജകം, പൂഞ്ഞാർ നിയോജകത്തിൽ പുള്ളൊരു അടുത്ത് കിടക്കുന്ന നിയോജക, അതിന് മാത്രം ഒരു പൈസ വെച്ചിട്ടില്ല. ഞാൻ ഇതുവരെ പുറത്ത് പറയാത്ത കാര്യം പറയാം. എന്താണ് KM മാണിയുടെ മഹത്വം എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയട്ടെ. അതുകൊണ്ട് പറയുക, നിങ്ങൾ ആ ബഡ്ജറ്റ് പുസ്തകം എടുത്ത് വായിക്കൂ. എല്ലാ KM മാണി ഉൾപ്പെടെ 8 MLA-മാർക്കും ITI അല്ല പോളിടെക്നിക്ക് അല്ലെങ്കിൽ അതുപോലെ സാധനങ്ങൾ എല്ലാം ഉണ്ട്. ഞാനൊരു 100 കാര്യം ഉമ്മൻചാണ്ടിക്കറിയാം. കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അടുത്ത് കാലെ പിടിച്ച് പറഞ്ഞു. എന്നതെങ്കിലും കാണുമെന്ന് ഞാൻ ഓർത്തെ. ബഡ്ജറ്റ് കഴിഞ്ഞപ്പം ആ പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ പൂഞ്ഞാർ മാത്രമല്ല ബാക്കി 8 നിയമങ്ങളുണ്ട്. മര്യാദയാണ്. വേറൊരു രസം കൂടെ പറയാം. എൻ്റെ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് എരുമേലി കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട മുട്ടം തൊടുപുഴ റോഡാണ്. അതിൽ എരുമേലി കാഞ്ഞിരപ്പള്ളി പുറകെ നടന്ന് ഞാൻ BM and BC ചെയ്യിച്ചു. ഈ തവണ റിക്കിപ്പെടുത്തി ആ റോഡ് വന്നു. അതിൽ അറിയണം, കാഞ്ഞിരപ്പള്ളി മുതൽ ഈരാറ്റുപേട്ട തോട്ടുമുക്ക് വരെ പൂഞ്ഞാർ നിയോജകം, തോട്ടുമുക്ക് മുതൽ ചള്ളാവയൽ വരെ പാലാ നിയോജകമണ്ഡലം, ചള്ളാവയൽ മുതൽ മുട്ടം വരെ തൊടുപുഴ നിയോജകം. മനസ്സിലാക്കണം. അപ്പോൾ ആടെയൊക്കെയാണ്. അതിനിടയ്ക്ക്
കാഞ്ഞിരപ്പള്ളി ആനക്കൽ ഭാഗം കാഞ്ഞിരപ്പള്ളി MLA ജയരാജൻ്റെ ഭാഗം. കേരള കോൺഗ്രസ് 4 MLAമാരുടെ ഭാഗമാണ്. അത് റിക്കപ്പെടുത്തി 57 കോടി രൂപയുടെ നമ്മുടെ PWD മന്ത്രി വളരെ സ്ട്രോങ് ആയിട്ട് എഴുതി. ഈരാറ്റുപേട്ടയുള്ള അദ്ദേഹത്തിന് അറിയാം. ഇന്ന് വരെ സാങ്ഷൻ കിട്ടിയിട്ടില്ല. മനസ്സിലായോ? അങ്ങനെ എന്നെ അങ്ങോട്ട് വളർത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമായ മേലുകാവ് ഉൾപ്പെടെയുള്ള മേഖലയെ അവഗണിച്ചിരിക്കുക. മനസ്സിലായോ? ബാക്കി പാലായിലെ ഇടവഴി പോലും പുള്ളി ഭീമാന് BC ചെയ്തു. ആ ആളാ പറയുന്നത് ഞാൻ എന്നെ കണ്ട് വളർത്തിയെന്ന്. അതുകൊണ്ട് ആരോണമൊന്നും അടിസ്ഥാനമില്ലാത്തതാണ്. മാണി മര്യാദയ്ക്ക് പോകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ ഞാൻ ഒരു കാരണവശാലും KM മാണി അവഹേളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഈ ചീഫ് വിപ്പ് സ്ഥാനം അദ്ദേഹം തന്നതല്ല, അദ്ദേഹത്തിൻ്റെ ഔദാര്യമല്ലല്ലോ ഇത്. അതായത് അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറെ എടുത്ത് തന്നെ ഒന്ന് ഒതുക്കി ഇരുത്താനാണ് പ്ലാനിട്ട്. ഡെപ്യൂട്ടി സ്പീക്കർ മോശം എന്നല്ല, നിയമസഭയിൽ ആകെപ്പാടെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം പ്രസംഗിക്കാൻ പറ്റുള്ളൂ. അല്ല ബാക്കിയെല്ലാം സഭയിൽ ഇരുന്നുള്ളതാ ഡെപ്യൂട്ടി സ്പീക്കർ. ഞാൻ എനിക്ക് പറ്റുകയെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഹുമാനപ്പെട്ട നമ്മുടെ KPC പ്രസിഡന്റ് നമ്മുടെ രമേശ് ചെന്നിത്തല അദ്ദേഹവും പിന്നെ നമ്മുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി ഇവർ BP തങ്കച്ചൻ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് എന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ചത്. അത് എപ്പം വേണം ഇപ്പോഴേ പറയും വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഞാൻ ഇന്ന് 2 പ്രാവശ്യം രാജിക്കത്തുമായിട്ട് മുഖ്യമന്ത്രി അടുത്ത് ചെന്നു. ഈ മുഖ്യമന്ത്രി 3 നേതാക്കന്മാരുടെ അടുത്താണ് ചെന്നത്. അവർ സമയമാകും പറയാമെന്ന് പറഞ്ഞു. അവരെപ്പോൾ പറയുന്നതല്ല മാണി എന്നോട് പത്രത്തോടെ പറഞ്ഞാൽ രാജിവെക്കാൻ നടക്കുന്നവനല്ലേ ഞാൻ. KM മാണി മാന്യതയുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് ജോർജെ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് കടമയൊന്നുമില്ല അത് പറയാൻ കേൾക്കാൻ. എങ്കിലും മാന്യത അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ മനസുഖത്തിന് വേണ്ടി ഞാൻ തയ്യാറാണ്. രാജിവെച്ച് കൊടുത്തേക്കാന്ന് ഇപ്പോഴും തയ്യാറാണ്. മതിയോ? സർക്കാരിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു പൊതുവായ ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി പോക്കറ്റിൽ കണ്ട രാജിക്കത്തിനൊപ്പം സരിതയുടെ കത്തും ഉണ്ടായിരുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കാണിക്കാം. ആ ലെറ്ററിനകത്ത് രാജിക്കത്തിൽ കൊണ്ടതിനകത്ത് ഒരക്ഷരം ഞാൻ എഴുതിയിട്ടില്ല. പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾക്ക് വിശ്വാസമായോ? ഇല്ലേ? ഞാൻ കൊണ്ടുനടക്കല്ലേ കാണിച്ചേ? ഞാൻ കാണിക്കാം, പറയാം. എന്തിനു കള്ളത്തരം? ഞാനിങ്ങനെ കള്ളത്തരം കാണിക്കുന്നതാണ് അല്ലല്ലോ. ഞാൻ ഇപ്പോൾ തരാം. ഞാൻ എടുത്ത് ഓഫീസിൽ വെച്ചു. എൻ്റെ ഓഫീസിൽ വെച്ചു. അതായത് ബ്ലാങ്ക് ലെറ്ററാണ് 2 എണ്ണം കൊണ്ടുപോയി. എന്താണെന്നറിയോ? ഒന്ന് സ്നേഹപരമായ സമീപനമാണെങ്കിൽ സ്നേഹത്തോട് രാജിവെച്ചു എന്ന് എഴുതി കൊടുക്കുക അന്നേരം. അതല്ല നമ്മുടെ PCയുടെ സ്വരമാണെങ്കിൽ അതിനനുസരിച്ച് എഴുതി രാജി കൊടുക്കുക. ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഒരക്ഷരവും എഴുതിയിരുന്ന ബ്ലാങ്ക് ലെറ്റർ പടം കൊണ്ടുപോയി. പിന്നെ എൻ്റെ അടുത്ത് ആരോടും പറയുന്നത് ഏതായി സരിത. എനിക്കിപ്പോൾ ഈ വിഷയമായിട്ട് സരിത കൂട്ടി കുഴയ്ക്കണ്ട. മനസ്സിലായോ? സരിത കൂട്ടി കുഴയ്ക്കണ്ട, വേറുള്ള കാര്യമൊക്കെ കുഴയ്ക്കും. മോചനം തരണം. ഞാൻ എൻ്റെ പറഞ്ഞ പഴയ കേരള കോൺഗ്രസ് സെക്യുലർ രൂപം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആര് പറഞ്ഞു? എപ്പോ? ഞാൻ കണ്ടു. എന്നോട് പറഞ്ഞു ചേട്ടാ മറ്റൊന്നും വിചാരിക്കരുത് എന്ന് എന്നോട് പറഞ്ഞു. ഇത് ഫോണിനകത്തുണ്ട് എൻ്റെ നമ്പർ. അങ്ങനെ അവിടെ അടൂർ വന്നിട്ട് ഒരു ഹോട്ടലിലോട്ട് ചാടി കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ സംസാരിച്ചല്ലോ. ഇതൊക്കെ പേടിപ്പിക്കുക, ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കുക. അപ്പോൾ പുള്ളി സത്യം പറയും. ആരും ഇല്ലെങ്കിൽ ആരും വേണ്ട, ഞാൻ സ്വസ്ഥമായിട്ട് നടന്നോളാം, പ്രശ്നമില്ലല്ലോ, എന്നെ വിട്. പിന്നെ എന്തിനാണ് ഈ KM മാണി എന്നെ പീഡിപ്പിക്കുന്നത്? എന്നെ പീഡിപ്പിക്കാവോ? ഈ പീഡിപ്പിന് പരിപാടി നടത്തുന്നത് ഞാൻ പറഞ്ഞതല്ല. അവഗണിച്ചൊന്നും എനിക്ക് പ്രശ്നമല്ല. നിയമം അനുസരിച്ച് ബഡ്ജറ്റ് വരുത്തേണ്ടത് എൻ്റെ നിയമത്തിലെ മുഴുവൻ റോഡുകളും ബഡ്ജറ്റ് വരുത്തിയിട്ടുണ്ട് ഞാൻ. അതിന് മാണിയുടെ ഔദാര്യമൊന്നും വേണ്ട എനിക്ക്. 1982 ധനകാര്യമന്ത്രി ആയിരുന്നല്ലോ KM മാണി. അതൊന്നും തന്നില്ല. ഞാൻ അന്ന് 160ഓളം റോഡ് ബഡ്ജറ്റ് കയറ്റുണ്ട്. എനിക്ക് ധനകാര്യമന്ത്രി ഔദാര്യമൊന്നും വേണ്ട. ഒരു വർക്ക് ബഡ്ജറ്റ് കയറ്റാം കേട്ടോ. ബാർക്കോഴയായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. ഇത് ഒരു കുശുമ്പ് അത്ര ഉണ്ട്. ബാക്കി വിവരങ്ങൾ ജനങ്ങൾ അറിയും, തന്നെ അറിഞ്ഞോളൂ. ഞാനൊന്നും പറയുന്നില്ല. ഒറ്റ കാര്യമുള്ളൂ. എൻ്റെ മുമ്പിലുള്ള പ്രശ്നം UDF നേതൃത്വത്തിൻ്റെ മുമ്പിൽ അവർ വിളിച്ചതനുസരിച്ച് പോയി എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് നിമിഷം ഞാൻ രാജിവെച്ചോളാം. അതുകൊണ്ട് പറയാൻ പറ്റുമോ? പിന്നെ പേടിപ്പിക്കരുത്. മുഖ്യമന്ത്രി അല്ലാതെ എങ്ങനെ രാജിവെക്കാം? മാണി പറഞ്ഞ് രാജിവെക്കേണ്ട കാര്യം എനിക്കെന്താ? മാണി എനിക്ക് എല്ലാം തന്നിട്ടുണ്ടോ രാജിവെക്കാൻ? അല്ലാതെ ഞാനിതിനെ രാജിവെക്കുന്നു.
ഞാൻ ബഹുമാനപ്പെട്ട വർക്കിംഗ് ചെയർമാനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറയുന്ന കാര്യങ്ങളെല്ലാം പുറത്ത് പറയാനുള്ളതല്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള MLA-മാർ മാത്രമല്ല, എല്ലാവരും എത്രയോ മനപ്രയാസത്തിലാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനം കിട്ടിയാൽ അത് 10 എണ്ണം കിട്ടിയ 8 എണ്ണം പുള്ളി അങ്ങ് എടുക്കും. അത് ഒരു 7 ഔദ്യോഗിക സ്ഥാനമുള്ള ആളുകൾ ഉൾപ്പെടെ പുള്ളിയുടെ അടുത്തുണ്ട്. പാർട്ടി പ്രവർത്തകർക്കല്ല കൊടുക്കുന്നത്. ഇതിങ്ങനെ മണിയടിച്ച് കുറേ കച്ചവടക്കാർ കൊടുത്ത് കുടിക്കുകയല്ലേ, അവർക്കാണ് കൊടുക്കുന്നത്. അത് പുള്ളിയുടെ മകനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ആളെ ഉണ്ടാക്കുക മകന് വേണ്ടി. ഇതൊക്കെ മര്യാദ. ഒന്ന് ആലോചിച്ചു, 2 എണ്ണം ജോസഫിന് കൊടുക്കും. മനസ്സിലായോ? സെക്യുലറിന് ഒന്നും തരികയില്ല. ഞാൻ മിണ്ടാ പോവുക. ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, സെക്യുലർ പാർട്ടിയായിട്ട് നടന്നപ്പോൾ 14 ജില്ലകളിലും എനിക്ക് ഔദ്യോഗിക ഗവൺമെൻറ് സ്ഥാനങ്ങളുണ്ടായിരുന്നു പ്രതിപക്ഷത്തായിട്ടും. എല്ലാ കാർഷിക ഭവനിലും കാർഷിക കമ്മിറ്റിയിൽ എൻ്റെ പാർട്ടിയുടെ പ്രവർത്തകർ എല്ലാ എടുത്ത് നോക്കിക്കോളും ഉണ്ടായിരുന്നു. DDCയിലുണ്ടായിരുന്നു, അറിയാമോ, താലൂക്ക് സഭയിലുണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ ആളുകൾ ആരുമില്ല, എല്ലാം മാണിക്ക് ഇഷ്ടമുള്ളവർ മാത്രം. മനസ്സിലായി? എന്നിട്ടും ഞാൻ മിണ്ടാതെ പോവുക ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവരുടെ ഔദാര്യമൊന്നും പറ്റി KM മാണിയുടെ ഔദാര്യം കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. KM മാണി മാന്യനാണെങ്കിൽ നമുക്ക് സ്നേഹമായി പിരിഞ്ഞേക്കാം, എനിക്ക് തർക്കമില്ലെന്ന്. ഗുരുത്വദോഷമല്ല, കയ്യിലിരിപ്പ് ദോഷം, അത്രേ ഉള്ളൂ. അതെ, ഞാൻ ഇന്ന് ഇവിടെ ഓമല്ലൂർ വയൽ വാണിഭത്തിന് വന്നതാണ്. അപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്ന വേണം, ഇവിടെ വന്ന് കയറി. ഇവിടെ വന്ന് ഒരു അരമണിക്കൂർ ആശ്വസിച്ചിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് സഹാക്കന്മാരിതിനകത്ത് മനുഷ്യൻ കണ്ടാൽ അവർക്ക് അതുകൊണ്ട് അവരെ കാണാതെ ഓടി രക്ഷപ്പെടുന്ന ഭാഗമാണ്. മനസ്സിലായോ? അവരെ കാണാതെ ഞാൻ അറിഞ്ഞത് EP ഉൾപ്പെടെ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്നാണ് കേട്ടോ. അതുകൊണ്ട് കാണാതെ ഓടി രക്ഷപ്പെടുക. അതൊക്കെ രാഷ്ട്രീയമാണ് വരട്ടുന്നത്. ഞാൻ എൻ്റെ മുന്നണി രാഷ്ട്രീയം UDF ആണ്. UDFൻ്റെ പ്രവർത്തകനാണ് ഞാനിപ്പോൾ. UDF പ്രവർത്തകരുടെ വോട്ട് വാങ്ങി ജയിച്ച് നിയമസഭ വന്നവനാണ്. അവരെ ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങി. മാണിസാറ് കത്ത് നൽകിയതുപോലെ പണ്ട് ബാലകൃഷ്ണപിള്ള ഒരു കത്ത് നൽകിയിരുന്നു, ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന്. അന്ന് മുഖ്യമന്ത്രി അത്തരത്തിൽ തീരുമാനിച്ചില്ല. ഇന്നും തീരുമാനിക്കില്ല എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ്. അല്ലെന്ന് അത് KM മാണി കത്ത് കൊടുക്കാൻ എന്തേ അവകാശം? മാണി എൻ്റെ വല്ല സാധനവും തന്നിട്ടുണ്ടോ ഞാൻ രാജിവെക്കാൻ പറയാം? എന്താ അങ്ങേർക്ക് അവകാശം? പിന്നെ 8 മണി, ഇന്ന് 8 മണിക്കകം തീരുമാനം അറിയിച്ചണം. ഇപ്പോൾ എത്രയും സമയം? 8 മണി കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ജോൺ സാർ സത്യമല്ലാതെ വല്ലതും പറയുമോ? പിന്നെ ഞാൻ എന്തിനാ പറയുന്നു? എൻ്റെ മുമ്പിൽ ഒന്നുമില്ലെന്ന്. ഞാനിപ്പോൾ നിങ്ങൾ മാധ്യമത്തിൽ ഈ പത്തനംതിട്ട സ്ഥിരം വരുന്നയാളല്ല. ഞാൻ ചെയ്തിട്ട് ഇവിടുത്തെ വയൽ വാണിഭം എത്രയോ പ്രധാനപ്പെട്ട ഒരു കർഷകൻ്റെ പരിപാടിയില്ലേ, അതിന് ഗവൺമെൻറ് വല്ലതും കിട്ടിയോ? ഇല്ല. ഒന്ന് ആരെങ്കിലും അവതരിപ്പിക്കണ്ടേ? 500 കൊല്ലത്തെ കാർഷിക വിഭവങ്ങളുടെ ചരിത്രമാണ് ഓമല്ലൂർ വയൽ വാണിഭം. അറിയാവും? അതിൻ്റെ ഗവൺമെൻറ് സ്ഥിതി ഉമ്മൻചാണ്ടി അറിഞ്ഞിട്ട് കാണില്ല. ഞാൻ കൊടുക്കും. ഞാൻ കൃഷിമന്ത്രി വന്നിരുന്നു സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പോൾ നടത്തിയ പത്രസമ്മേളനം കഴിഞ്ഞ 4 കൊല്ലമായി ജോർജ് UDFിനെ ശിഥിലീകരിക്കേണ്ട ശ്രമങ്ങൾ സഹിക്കാൻ മേലെന്ന്. അപ്പോൾ ഞാൻ ആ പണി തുടങ്ങിയത് എന്നെ പുറത്താക്കണ്ടേ പുള്ളി? ഇതെന്നെ വെച്ചോണ്ട് അപ്പോൾ പുള്ളി കൂടെ കൂടിക്കൊണ്ട ശിഥിലീകരണം നടത്തിയെന്ന് തെളിഞ്ഞോ? നിങ്ങൾ മനസ്സിലായോ? 4 കൊല്ലമായി എന്നാ പുള്ളി നീട്ടി പറഞ്ഞു. എന്തിനാ വെച്ചുകൊണ്ടിരുന്നത്? പിന്നെ ഞാൻ UDFിനെ ശിഥിലീകരിക്കാൻ ശ്രമം എന്ന് കണ്ട ആ നിമിഷം എൻ്റെ നടപടി സ്വീകരിക്കണ്ടേ? അപ്പോൾ എല്ലാത്തിനും എനിക്ക് കൂട്ടിത്തരുമായിരുന്നു. അതിനാ കാരണം അപ്പോൾ പുള്ളി ശിഥിലീകരിക്കാനായിരുന്നില്ലേ? പുള്ളിയുടെ ആ ശിഥിലീകരണ പണി എൻ്റെ അടുത്ത് ചിലവായില്ല. അത്രയല്ലേ ഉള്ളൂ. ക്ഷമിച്ചേക്കട്ടെ. ഞാൻ മാണിസാർ പറഞ്ഞ രഹസ്യം പുറത്ത് ഇറങ്ങോട് പറയുന്ന നാണംകെട്ട പരിപാടിക്കൊന്നും ഞാനില്ല. അത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പറയും. UDF നേതാക്കന്മാരുടെ തീരുമാനം പറയട്ടെ. ആ തീരുമാനം സത്യവും നീതിയും ധർമ്മവും ഉള്ളതാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിന് മറുപടി പറയാം. എന്നോട് ക്ഷമിച്ചോ, വിട്ടേക്കാവോ? അല്ലെ EP സഖാവ് വരുന്നതിനപ്പം ഞാൻ ഒന്ന് രക്ഷപ്പെട്ടോട്ടെ? അല്ലെ നാളെ പറയും ഇത് EP ആയിട്ട് കൂടാലോ. എന്ത് വൃത്തികേട് പറയാൻ മടിക്കാത്ത വർഗമല്ലേ ഇത്? ഏതേ അത് UDFിന് വിട്ടി അവരെന്തും തീരുമാനിക്കട്ടെ. ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഉമ്മൻചാണ്ടി വീടിനകത്താണല്ലോ. അത് നടക്കട്ടെ, അവരെ ഏൽപ്പിച്ചു, അവർ ചെയ്യട്ടെ, നമ്മളെ വിട്ടേരെ. ഞാൻ ഇത് വേണ്ടാത്ത ചോദ്യം. ഈ തോക്കിനകത്ത് കയറി വെക്കാം കൊച്ചുകള, തോക്കിനകത്ത് അവർ പോകട്ടെ.
അച്ഛനെ കൊണ്ട്